ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുമ്പം തിരിച്ചടിയുടെ സമയമാവുക കേട്ടോ ചെയ്യുന്നത്. ചിത്തിരയിലും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മല്ലികാമ്മയും ചിത്തിരയും തിരിച്ചടിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ വിനയനും പ്രതിഭയും അവരാണെങ്കിൽ ഇപ്പോഴും ആ മുഖ്യമന്ത്രി കസേര തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി എന്തായാലും അധിക ദൂരമില്ല എന്നും എത്രയും പെട്ടെന്ന് കസേര നമ്മളിലേക്ക് എത്തുമെന്നും പറയുന്നുണ്ട്. എന്തായാലും ആ മല്ലികയും ചിത്തിരയും കൊണ്ടുള്ള ശല്യം എന്നേക്കുമായി അവസാനിച്ചല്ലോ. 6 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അവസ്ഥ? ഇപ്പോൾ എത്ര സമാധാനമുള്ളത്. ആ മല്ലിക നാട് വിട്ടതോടുകൂടി എല്ലാം ഒതുങ്ങി. ക്യാപ്റ്റൻ്റെ കയ്യിൽ അകപ്പെട്ട ചിത്തിരയുടെ കഥയും ഏകദേശം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നു. എന്തായാലും ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാകുമെന്നും എത്രയും പെട്ടെന്ന് കസേര നമുക്ക് വീണ്ടെടുക്കണമെന്നും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വിനയം പറയുന്നുണ്ട് കേട്ടോ പ്രതിഭയെടുക്കുക. അപ്പോൾ പ്രതിഭ പറയുന്നുണ്ട്, ദൈവമേ എത്രയും പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശുഭമായി. പിന്നെ നമ്മളെ ആർക്കും തോൽപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. പിന്നീടുണ്ടല്ലോ നിരഞ്ജനയ്ക്ക് നമ്മുടെ അധികാരം കൈമാറാം ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്നിങ്ങനെ പറയാം. അപ്പോൾ വിനയം പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ കാര്യം എടാ നീ ഇങ്ങനെയൊക്കെ പോയാൽ മതി. നിൻ്റെ പേരിൽ കേസും കൂട്ടും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നിനക്ക് കസേര കിട്ടാനുള്ള സാധ്യത കുറവാന്ന് പറയും. എനിക്ക് എങ്ങനെയെങ്കിലും പോയാലും മതി. ആ മല്ലികയെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അല്ലായിരുന്നെങ്കിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? അഞ്ജനയുടെ മകൾ സത്യത്തിൽ ആ ചിത്തിരയല്ലേ? ആ ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് കൊടുത്തത് കൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ആരുടെ മകളായി അവൾ മാറി? ക്യാപ്റ്റൻ്റെ മകളായിട്ട് മാറി. പട്ടാള ക്യാമ്പിൽ കഴിയുന്നത് പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മളിവിടെ സുഹിച്ച് മറിയല്ലേ ചെയ്യുന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. അങ്ങനെ പ്രതിഭയും വിനയനും അങ്ങനെ സന്തോഷത്തിൽ ആറാടി അങ്ങ് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പ്രതിഭയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഇവിടെ മല്ലികാമ്മയിലും ചിത്തിരയിലും വന്ന മാറ്റം, മല്ലികാമ്മ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി വിനയനെയും പ്രതിഭയും വെച്ച് വാഴിക്കാനായിട്ട് കഴിയില്ല എന്നും അഞ്ജനയുടെ മകൾ ചിത്തിര തന്നെയാണെന്ന് തെളിയിക്കേണ്ട സമയമായി എന്നും പറയുക കേട്ടോ ചെയ്യുന്നത് മല്ലിക. ഇനിയിപ്പം അതിനുള്ള ഒരു തടസ്സവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് കൂടെ തന്നെയുണ്ട്. മഹേഷ് ചോദിക്കും, ചേച്ചി ഇനിയും നമുക്ക് നടക്കുമോ? നമ്മൾ നിയമപരമായിട്ട് പോയപ്പോഴത്തേക്കും തെളിയിക്കാൻ പറ്റാതെ പോയതല്ലേ, എന്തിനാടാ നിയമപരമായിട്ട് ഇനി നമ്മൾ പോകുന്നത്? നമ്മുടെ കയ്യിൽ ഒന്നാന്തരം തെളിവിരിക്കുകയല്ലേ, അഞ്ജനയുടെ പ്രതിരൂപം തന്നെയല്ലേ. ഇനി ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോട്ടെ, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ പ്രതിഭയുടെ വീടിൻ്റെ വാതിക്കലേക്ക് വീണ്ടും മല്ലികാമ്മ എത്തുന്നു. ഇപ്രാവശ്യം മല്ലികാമ്മ ഒറ്റയ്ക്കല്ല, മല്ലികാമ്മ വലിയൊരു സർപ്രൈസുമായി തന്നെയാണ് കേട്ടോ പ്രതിഭയുടെ അടുക്കലേക്ക് പോകുന്നത്. ഇത് കാണുന്ന പ്രതിഭ ഞെട്ടുന്നുണ്ട്. ഇവള് നാട് വിട്ടതല്ലേ, പിന്നെ എന്തിനാണ് ഈ സമയം നോക്കി തന്നെ ഇവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഇവൾക്ക് കാണും. ഇവളെ വെറുതെ വിടാൻ സാധിക്കത്തില്ല എന്ന് പ്രതിഭ ഇങ്ങനെ മനസ്സിൽ കരുതുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിനയനെയും വിളിക്കുന്നുണ്ട്. വിനയനും ആ കാഴ്ച കണ്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. സോന മാത്രം ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ മല്ലികാമ്മയുടെ അടുക്കലേക്ക്. പിന്നീട് പ്രതിഭ ചെന്നിട്ട് ചോദിക്കുന്നു, എന്താടി നീ വീണ്ടും വന്നത്? നാട് വിട്ടു പോയപ്പോഴത്തേക്കും ഞാൻ കരുതി നീ ചത്തുപോയി കാണുമെന്ന്, ഇത്ര പെട്ടെന്ന് നീ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് പോകാനായിട്ട് സാധിക്കത്തില്ലല്ലോ പ്രതിഭയെ. എൻ്റെ കുറച്ച് കണക്കുകളൊക്കെ തീർക്കാനുണ്ടല്ലോ എന്ന് മല്ലികാമ്മ പറഞ്ഞു. ഇനി എന്ത് കണക്കാടി നിനക്ക് തീർക്കാനുള്ളത്? നീയല്ലേ എന്നെ ചിത്തിരയുമായിട്ട് അകറ്റിയത്, നീയല്ലേ പറഞ്ഞത് അഞ്ജനയുടെ മകൾ ചിത്തിരയല്ലെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ തീർക്കേണ്ട കണക്കുകളല്ലേ എന്ന് മല്ലികാമ്മ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രതിഭ ഒന്ന് ഞെട്ടലോട് കൂടി നിൽക്കുന്നുണ്ട്. അഞ്ജനയുടെ മകൾ നിരഞ്ജനയാണ്, അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തതാണെന്ന് വിനയം പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ തെളിയിച്ചു എന്നാണ് വിനയ പറയുന്നത്? സത്യം നിനക്കും ദൈവക്കും എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ആ തെളിവുകൾക്കൊക്കെ അപ്പുറം നിങ്ങൾ കാണാനിരിക്കേണ്ടത്, അതായത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ആ ഒരു തിരിച്ചടി താങ്ങാനുള്ള ശേഷി കിട്ടണമെന്ന് നിങ്ങൾ ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. നീയൊക്കെ കൂടെ അന്ന് എന്നെയും എൻ്റെ കുട്ടിയെയും പിരിക്കാൻ എന്തെല്ലാം ചെയ്തു. എൻ്റെ ജീവൻ പൊടിയുന്ന വേദനയോട് കൂടിയാണ് ഞാൻ ചിത്തിരയെ പിരിഞ്ഞത്. ഞാൻ അവളുടെ അച്ചമ്മയല്ലാന്നും അഞ്ജന അവളുടെ അമ്മയല്ല എന്നും നിങ്ങൾ വരുത്തി തീർത്തു, നിങ്ങൾ ആ കള്ളത്തരത്തിലൂടെ. ഇന്ന് അതെല്ലാം ഞാൻ പൊളിക്കുന്ന ദിവസമാണെന്നും ഇനി മുതൽ നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ് നടക്കാൻ പോകുന്നതെന്നും നിൻ്റെ മുഖ്യമന്ത്രി കസേര എന്ന രണ്ടാമത്തെ ആ മോഹമുണ്ടല്ലോ വീണ്ടും സാധിക്കും, അത് നടക്കാൻ പോകുന്നില്ല എന്നും. വിനയ, നീ ഇനിയും ജയിലിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. നീ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്കെല്ലാമുള്ള ശിക്ഷ നിനക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് എനിക്കും നിനക്കും നല്ലതുപോലെ അറിയാം. നീ കൊല്ലാൻ കൊണ്ടുപോയത് എൻ്റെ അഞ്ജനയുടെ മകളെയാണ്, എൻ്റെ ചിത്തുവിനെയാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ദേ കണ്ടു നോക്ക് എന്നിങ്ങനെ മല്ലികാമ്മ പറയുന്നു. അപ്പോഴത്തേക്കും സോനയുടെ മുഖത്ത് ആ ചിരി അങ്ങ് വിടരുക കേട്ടോ ചെയ്യുന്നത്. വേറെ ആരുമല്ല എത്തുന്നത്, അഞ്ജനയുടെ രൂപത്തിലും ഭാവത്തിലും തന്നെ ചിത്തിര അങ്ങോട്ടേക്ക് എത്തുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന പ്രതിഭയുടെയും വിനയൻ്റെയും കണ്ണ് തള്ളുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഒരു നിയമത്തിനും ആ അഞ്ജനയുടെ മകളല്ല ചിത്തിരയെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം അഞ്ജനയുടെ അതേ രൂപം, മുറിച്ച മുറി പോലെ തന്നെയാണ് ചിത്തിര വളർന്നപ്പോൾ ഇരിക്കുന്നത് 6 വർഷത്തിന് ശേഷം കേട്ടോ.
ഇത് കാണുന്ന പ്രതിഭ ഞെട്ടിത്തെറിച്ച് കണ്ണും തള്ളി നോക്കി നിൽക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല തനിക്കെന്ന് പ്രതിഭയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വിനയനും മനസ്സിലാവുന്നുണ്ട്. കാരണം നിരഞ്ജനയാണെങ്കിൽ അഞ്ജനയുടെ ഒരു ചായയും ഇല്ല. പക്ഷേ ഇത് അഞ്ജനയെ പോലെ തന്നെ അഞ്ജനയുടെ മുറിച്ച മുറിയായിട്ട് തന്നെ വന്ന് നിൽക്കുന്നു. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. ഇത് കണ്ടിട്ട് നിനക്ക് പറയാനായിട്ട് സാധിക്കുമോ നിരഞ്ജനയാണോ ചിത്തിരയാണോ അഞ്ജനയുടെ മകളെന്ന്? ഇപ്പം മനസ്സിലായോടി. കാലം തെളിയിക്കും. തെളിയിക്കാതിരിക്കാനായിട്ട് കാലത്തിന് കഴിയില്ല. ഇതാണ് സത്യത്തെ എത്ര മൂടി വെച്ചാലും സത്യത്തിൻ്റെ മുഖം തുറന്നു വരുമെന്ന് പറയുന്നെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാനാണ് അഞ്ജനയമ്മയുടെ മകളെന്ന് പറഞ്ഞുകൊണ്ട് ചിത്തിര അങ്ങോട്ടേക്ക് എത്തുകട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ അമ്മയും എന്നെയും നിങ്ങൾ അകറ്റി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കാണിക്കുമെന്ന് ചിത്തിര ചോദിക്കുകയാണ് പ്രതിഭയുടെ മുഖത്തടിച്ച് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ പ്രതിഭയ്ക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയിലായി വായും പൊളിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്കുള്ള തിരിച്ചടികളുടെ സമയമാണ് ഞാനും അച്ചമ്മയും കൂടെ നൽകാനായിട്ട് പോകുന്നതെന്നും അതിനുവേണ്ടി കാത്തിരുന്നോളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇനി എൻ്റെ ഒരു പത്രസമ്മേളനവും നിങ്ങൾക്ക് കാണാമെന്നും പറയുന്നുണ്ട് കേട്ടോ ചിത്തിര.